ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഒഫീഷ്യലി സോണ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ മൂന്നുപേരും കൂടെ, ഞാനും എൻ്റെ കസിൻ സിസ്റ്റേഴ്സും കൂടെ സോസേജ് ഫ്രൈ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്ത് എടുത്തേക്കാണ്, കാരണം ഫ്രീസറിൽ വെച്ചിരുന്നതുകൊണ്ട് മെൽറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം രണ്ട് സൈഡും ഒന്ന് വരഞ്ഞു കൊടുക്കുക. വരഞ്ഞു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം അതുപോലെ ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ. ഇത് ഞാൻ സെപ്പറേറ്റ് പറഞ്ഞുതരാം കേട്ടോ. ആഡ് ചെയ്ത് കൊടുക്കണതനുസരിച്ച് ഞാനെല്ലാം സെപ്പറേറ്റ് പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾക്ക് ആവശ്യത്തിനായിട്ടുള്ള സോസേജസൊക്കെ എടുത്ത് മാറ്റി വെക്കാം. അതായത് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ്, കുരുമുളകല്ല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. മുളക് പൊടിയൊക്കെ കുറച്ചിട്ടാൽ മതി കേട്ടോ, എരിവ് അധികം ഇടണ്ട. അതിനുശേഷം വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ സോസേജിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അത് പുരട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം, മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ പാൻ വെച്ച് ചൂടാക്കി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എണ്ണയും കുറച്ചെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന സോസേജ് കുട്ടപ്പനയൊക്കെ എടുത്തിട്ട് നമ്മുടെ ഫ്രൈ പാനിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വരുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക്, അതായത് നമ്മുടെ പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മുടെ ഉണ്ടാക്കിയ ആൾ തന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഗായ്സ്. കണ്ടില്ലേ? യെസ്, കൊള്ളാം. നല്ല എക്സ്പ്രഷൻ ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണെടുത്ത് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മൾ നമ്മുടെ പാരൻസിന് കൊടുത്തു. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് സജിമാമനാണ് കേട്ടോ, അമ്മയുടെ ആങ്ങള. കഴിഞ്ഞ ഫാമിലി വ്ളോഗിലൊന്നും കണ്ടില്ലല്ലോ, അപ്പോൾ ഇതാണ് ആൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അമ്മ നമ്മളെ വെറുതെ കളിയാക്കാൻ വേണ്ടി പറയുകയാണ് ഗൈസ്, പക്ഷെ കൊള്ളായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.